Hello students, today we are discussing the fifth chapter of our chemistry, states of matter. മാറ്ററിൻ്റെ സ്റ്റേറ്റുകൾ. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥം. കെമിസ്ട്രിയിൽ മാറ്ററിനെ പദാർത്ഥം എന്ന് പറയും. സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവസ്ഥ, തലം എന്നൊക്കെ പറയാം. പദാർത്ഥത്തിൻ്റെ തലങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ എന്നാണ് ഈ ഒരു പാഠത്തിനെ മീൻ ചെയ്യണത്. ആ ഒരു നെയിം കൊണ്ട് മീൻ ചെയ്യണത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ഒരു പാഠത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥത്തിൻ്റെ പലതരം സ്റ്റേറ്റുകൾ എന്നാണ്. ഈ ഒരു പാഠം കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാഠമാണ്. 10ാം ക്ലാസ് കെമിസ്ട്രിയിൽ തന്നെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആണ് ഈ പാഠത്തിൽ നമ്മൾ ചെയ്യണത്. ഇതിൽ നമ്മൾ കുറച്ച് ലോകൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് ബിഹേവിയർ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് പഠിക്കാനുള്ള ടോപ്പിക്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പാഠങ്ങളെ പോലെ 2-3 ടോപ്പിക്കുകൾ മാത്രമല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ബി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2 ടോപ്പിക്കോ 3 ടോപ്പിക്കോ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാക്സിമം 4 ടോപ്പിക്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത്രയേ ഉള്ളൂ പഠിക്കാൻ എന്നുള്ളൊരു തോന്നൽ ആ പാഠത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പാഠം മുതൽ അങ്ങനെ തോന്നില്ല. നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് മെല്ലെ പയ്യെ വലിയ കാര്യങ്ങൾക്ക് പോവാണ്. കുറച്ച് പ്രോബ്ലമാറ്റിക്കുള്ള കാര്യങ്ങൾ നോക്കി അതിനുശേഷം അതിൻ്റെ മേലേക്ക് അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ കംപ്ലീറ്റ് കവർ ചെയ്ത ശേഷം മാത്രം വലിയ ടോപ്പിക്കിലേക്ക് പോയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ആ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള പാഠമൊക്കെ ഒന്ന് പെൻഡിങ്ങിലിട്ടിട്ട് പയ്യെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഈ ഒരു പാഠത്തിൽ നമുക്ക് ഈ ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന പാഠത്തിൽ നമുക്ക് ഒരു 6 ടോപ്പിക്കുകളാണ് കൃത്യമായിട്ട് നോക്കേണ്ടതുള്ളത്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രോബ്ലം കൂടി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. അഥവാ ക്വസ്റ്റ്യൻസ് അഥവാ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്കുകൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. എല്ലാ കൊല്ലം ഈ പാഠത്തു നിന്ന് കണക്കുകൾ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ ആ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന പാഠത്തിൽ നമ്മൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റുള്ളൂ. സോ ബേസിക് എല്ലാ കാര്യത്തിലും ഞാൻ ഫസ്റ്റ് പറയും, അത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. ബേസിക് അറിയാത്ത ബുദ്ധിമുട്ടാണ് ഒരു പാഠം നമുക്ക് ടഫാണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ടഫാണെന്ന് പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ പറയുകയാണ്. ഇപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ പദാർത്ഥം എന്ന് പറഞ്ഞു. ഈ ഒരു പദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ പദാർത്ഥങ്ങളുണ്ട്, അഥവാ മാറ്ററുകളുണ്ട്. ഈ മാറ്ററിൻ്റെ സ്റ്റേറ്റ്, ഞാൻ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു മാറ്റർ വരച്ചാന്ന് വിചാരിക്കുക. അതിൽ പലതരം സ്റ്റേറ്റുകൾ, അവസ്ഥകൾ. ഈ ഒരു മാറ്ററിന് ശരിക്ക് സോളിഡ് എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്, ഖരാവസ്ഥ. ലിക്വിഡായിട്ടുള്ള ഒരവസ്ഥ, ദ്രാവകാവസ്ഥ, ലിക്വിഡ്, സോളിഡ്, ലിക്വിഡ്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗ്യാസ്. ഇങ്ങനെ 3 സ്റ്റേറ്റുകളാണ് ശരിക്കും ഒരു മാറ്ററിനുള്ളത്. ഇതിന് അതർ സ്റ്റേറ്റുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല. നമുക്ക് 3 സ്റ്റേറ്റുകളാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു പദാർത്ഥം സോളിഡായിട്ട് അവനക്ക് എന്ത് ചെയ്യാം, സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കാം ഒരു മാറ്ററിന്, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു മാറ്ററിന് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കാം. ഞാനിവിടെ ബീക്കറുകളാണ് വരച്ചിട്ടുള്ളത്. സോളിഡിൽ ഒരു മാറ്റർ സോളിഡായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതിലെ മോളിക്യൂൾസൊക്കെ വളരെ അടുത്തടുത്തായിട്ട് ഇരിക്കുക. അതിൽ തന്മാത്രകളൊക്കെ വളരെ അടുത്തടുത്തായിട്ടാവും ഉണ്ടാവുക സോളിഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ. ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതേ മോളിക്യൂൾസ് അത്ര തന്നെ അടുത്തായിരിക്കില്ല, വളരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവരുടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ലിക്വിഡ് നിങ്ങൾക്ക് കണ്ടാലേ അറിയാലോ, ലിക്വിഡായിട്ട് ഗരം എന്ന് പറഞ്ഞാൽ ഗരായിട്ട് ഇരിക്കുന്നുണ്ടാവും. ലിക്വിഡ് ആണെങ്കിൽ എന്താണ്, കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനങ്ങിയിട്ടൊക്കെ അല്ലേ, അങ്ങനെയല്ലേ വെള്ളം ഉണ്ടാവുക. ഗ്യാസ് ആണെങ്കിലോ അതിൻ്റെ ഇടയിലുള്ള പാർട്ടിക്കിൾസ് വളരെ ലോങ് ആയിട്ടാവും പാർട്ടിക്കിൾസൊക്കെ ഇരിക്കും അല്ലേ, അവർക്കിടയിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് 2-3 സ്റ്റേറ്റുകൾ വരക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വരക്കാൻ പറ്റുക. ഈ ഒരു പദാർത്ഥത്തിൻ്റെ ഈ ഒരു മാറ്റർ പല രീതിയിൽ ഇരിക്കണം. ഒന്ന് സോളിഡായിട്ടിരിക്കാം, അപ്പോൾ അവരുടെ മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടാവുക, അടുത്തടുത്ത്. അതായത് ഇവർക്കിടയിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, അടുത്തടുത്താണ് ഇവിടെ ഇരിക്കുക. മൂവ്മെൻറ്റ് എന്തായിരിക്കും, മൂവ്മെൻറ്റ് കുറവായിരിക്കും. കൂടുതൽ ഈ പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. മൂവ്മെൻറ്റ് അതിൻ്റെ പാർട്ടിക്കിൾസ് ഇടയിൽ മൂവ്മെൻറ്റ് കുറവാണ്. കാരണം എന്താ, അവർക്കിടയിൽ ബോണ്ട് കൂടുതലായിരിക്കും. ലിക്വിഡിൻ്റെ കേസിലാണെങ്കിലോ അത്ര തന്നെ ബോണ്ട് ഇല്ല, ഇവർക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അതായത് കുറച്ച് ചെറിയ മൂവ്മെൻറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിക്വിഡിൽ നടക്കും അല്ലേ. ലിക്വിഡ് നമ്മുടെ ഒരു സ്ഥലത്ത് ഒഴിച്ചാൽ പോകാനുള്ള കാരണം എന്താണ്, അതിന് ഈ പാർട്ടിക്കിൾസിന് മൂവ്മെൻറ്റ് ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ഇൻ്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സോളിഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറവാണ്. കാരണം അതിന് പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഒരു ഫ്രീ സ്പേസ് ആയിട്ടായിരിക്കണത്. ഗ്യാസിൻ്റെ കേസ് ചർച്ച ചെയ്യുകയാണെങ്കിലോ
ഗ്യാസസിലെ മോളിക്യൂൾസ് വളരെ ദൂരെ, കാരണം കുറച്ചൊക്കെ നല്ല ഇതിനേക്കാളും കൂടുതൽ ഗ്യാപ്പുകൾ അതിലുണ്ട്. ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാറി പറന്ന് നടക്കും അല്ലേ. നമ്മളിപ്പോൾ ഏത് ഗ്യാസിനെയും നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അതിങ്ങനെ പാറി പറന്ന് നടക്കും. അപ്പോൾ ഒരു പദാർത്ഥത്തെക്കുറിച്ച്, ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റുകളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു മാറ്ററിന് 3 സ്റ്റേറ്റുകളായിട്ട് നിൽക്കാം. ഒന്നൊക്കെ സോളിഡ് ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലാവാം, അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആവാം. നമ്മളിപ്പോൾ ഒരു ഐസാണ് എടുത്തതെന്ന് വിചാരിക്കുക. ഈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് സ്റ്റേറ്റാണ്, ഖരാവസ്ഥയിലാണ് ഇരിക്കുക. അതിനെ നമ്മൾക്ക് ഇതാക്കി ചൂടായി കഴിഞ്ഞാൽ അത് കുറച്ച് ലിക്വിഡായിട്ട് മാറും അല്ലേ. ലിക്വിഡായിട്ട് മാറിയത് കുറച്ച് അതിനൊക്കെ മോളിക്യൂൾസൊക്കെ കുറച്ചൊക്കെ ഒരു ഫ്രീ ആയിട്ടിരിക്കും. അത് പിന്നെയും ചൂടാക്കി എന്തായി മാറും, ഗ്യാസായി മാറും. അപ്പോൾ അത് കുറച്ചും കൂടെ മോളിക്യൂൾസൊക്കെ ഫ്രീ ആവും. ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാണ് നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ളതിൽ മാറ്ററിൻ്റെ സ്റ്റേറ്റുകൾ പഠിക്കാനുള്ളത്. ഇവരെ മോളിക്കുലാർ അട്രാക്ഷൻ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഗ്യാസ് പറഞ്ഞ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ കാര്യമാണ് പഠിക്കുന്നത്. ഈ ഒരു പാഠത്തിൽ നമ്മൾക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഈ ഒരു ഗ്യാഷ്യസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ ലോഗുകളുമാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കൃത്യമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് അറിയാത്ത കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഗ്യാസിൻ്റെ കാര്യമാണ് പറയണമെന്നോ അല്ലെങ്കിൽ ഗ്യാസിനെ കുറിച്ചാണോ പറയണമെന്നുള്ളത് മനസ്സിലാവില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ ഗ്യാസിൻ്റെ സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് ആദ്യത്തേത് ഗ്യാസ് ലോസാണ്. 3 ഗ്യാസ് ലോസ് അഥവാ ഗ്യാസിനോട് ഡിപ്പെൻഡ് ആയിട്ടുള്ള 3 ലോകൾ. ഒരു ഗ്യാഷ്യസ് സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണ്. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബീക്കറിൽ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാസിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രഷർ, നല്ലോണം പ്രഷർ കൂട്ടി ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്ത് ടെമ്പറേച്ചർ കൂട്ടി എന്താണ് ഉണ്ടാവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഈ സോളിഡിനെ കുറിച്ചും ലിക്വിഡിനെ കുറിച്ചും പറയുന്നുണ്ടോ, ഇല്ല പറയണില്ല. കാര്യം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്, സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റുകൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഈ ഗ്യാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുക, ഗ്യാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 ലോകൾ, ഗ്യാസിനെ കുറിച്ചുള്ള ഗ്യാസ് ലോസ് 3 ലോകൾ പഠിക്കാനുണ്ട്. അതിനുശേഷം ആ ഒരു 3 ലോകൾ ബന്ധിപ്പിച്ചിട്ട് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കാനുണ്ട്. ഐഡിയലി ഒരു ഗ്യാസിൻ്റെ ഈ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഈ ഒരു 3 ലോകളും ഒബേ ചെയ്യുന്ന ഗ്യാസ് ശരിക്ക് റിയലിസ്റ്റിക് ആയിട്ടില്ല. ആ ഒരു 3 ലോകളും ഒബേ ചെയ്യണ അല്ലെങ്കിൽ അതിൻ്റെ റൂളുകൾ പാലിക്കണ ഒരു ഐഡിയലി ഒരു ഗ്യാസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയും. നമ്മൾ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ, ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എന്നുള്ളതാണ് ശരിക്ക്. ഐഡിയൽ എഞ്ചിൻ ഉണ്ടോ ഇല്ല, ഐഡിയൽ ഒരു കൺസെപ്റ്റ് അഥവാ എല്ലാ എഫിഷ്യൻസിക്ക് 100% കൺസെപ്റ്റ് പറഞ്ഞാണ് ഐഡിയൽ എഞ്ചിൻ. എന്ന പോലെ ഈ ഒരു 3 ലോകൾ നമ്മൾ ബന്ധിപ്പിച്ചിട്ട് ഒരു ഐഡിയലായിട്ട് ഒരു ഗ്യാസിനെ കുറിച്ച് പറയാം. റിയലായിട്ട് അങ്ങനത്തെ ഗ്യാസ് ഉണ്ടാവില്ല. ഐഡിയൽ ഗ്യാസിൻ്റെ കൺസെപ്റ്റ് പറയും, അതിൻ്റെ ഡെറിവേഷൻ പറയും, അതിൻ്റെ ഇക്വേഷൻ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലം എന്നുള്ള രീതിയിൽ പ്രോബ്ലം പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രോബ്ലം നമുക്ക് അത്യാവശ്യമാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം നമ്മളൊരു കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസിൻ്റെ കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്താണെന്നുള്ളത് പഠിക്കാൻ ഇമ്പോർട്ടൻറ്റ് പോർഷനാണത്. പിന്നെ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അഥവാ റിയൽ ഗ്യാസസ്, ശരിക്കുള്ള ഗ്യാസസ് ഉണ്ടല്ലോ, ശരിക്കും ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഈ ഓക്സിജൻ, ഇങ്ങനത്തെ ഗ്യാസുകളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു റിയൽ ഗ്യാസസ് നമ്മളിപ്പോൾ പറഞ്ഞ ഐഡിയലി ഉള്ള ഗ്യാസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡീവിയേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു 3 ലോ കൃത്യമായിട്ട് അതിൻ്റെ ലോ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം, അത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. ഇത് 3 കമ്പൈൻ ചെയ്യണം. ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം. എങ്ങനെ ഇക്വേഷൻ ഡെറിവേഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ ഡെറിവേഷൻ നമുക്ക് പഠിക്കണം. ശേഷം ആ ഒരു ഡെറിവേഷൻ കഴിഞ്ഞിട്ട് ഈ മോളിക്കുലാർ തിയറി ഗ്യാസസിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ ഇവർ തമ്മിലുള്ള ഡീവിയേഷൻസ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഐഡിയ എന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾക്ക് ഓരോ ടോപ്പിക് എടുത്തിട്ട് കാര്യങ്ങൾക്ക് പോവാം. ഒന്നാമത്തെ ടോപ്പിക്കായ ബോയിൽസ് ലോ നമുക്ക് നോക്കാം. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഒരു ബോയിൽസ് ലോ. ബ്രാക്കറ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പറഞ്ഞ പേരാണ് ബോയിൽസ് ലോ. അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ ആ ടോപ്പിക്കിലേക്ക് പോവാം. കൂടുതലും നമുക്ക് ഇനിയുള്ള ടോപ്പിക്കുകളൊക്കെ കുറച്ച് കൂടുതൽ ലെങ്തി ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം വരില്ല. കൂടുതൽ കാര്യങ്ങൾ അത്രയും കുറേ ഉണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ടി വരും. സോ നിങ്ങൾ ലാഗ് ആവാതെ കൃത്യമായിട്ട് വിചാരിക്കാതെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബോയിൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ബോയിൽസ് ലോ. ഈ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത്
പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അഥവാ ഒരു ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയിരിക്കും എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ ഈറ്റ് സ്റ്റേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ. കൃത്യമായിട്ട് പറയാം, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ബീക്കറിൽ ഒരു ഗ്യാസ് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു ഗ്യാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ബീക്കറിൽ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്യാസിൽ നമ്മൾ ബോയിൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അഥവാ ബോയിൽസ് ലോ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, നമ്മളിവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. ഈ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു മോളിക്യൂൾസിന് ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഒരു ഇതിന് മൂടിയിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രഷർ അനുഭവപ്പെടും. എന്താണ് പ്രഷർ എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ ഈ ഒരു പ്രഷർ അനുഭവപ്പെടും. അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് അവിടെ ഉള്ള വോളിയത്തോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം, ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഈസ് കോൾഡ് ബോയിൽസ് ലോ. എന്താണ് ഈ ബോയിൽസ് ലോയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രഷറിനെ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഇവൻ കൂട്ടിയാൽ വോളിയം കൂടും എന്നുള്ളതാണ് വരേണ്ടത്. ഇവിടെ വന്നിട്ടുള്ള ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ വോളിയത്തോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് എന്താണ്? നമ്മളിവിടെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? കുറയും. ഒരു സാധനം കൂടുമ്പോൾ മറ്റാൾ കുറയും എന്നാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി നേരെ തിരിച്ചു പറഞ്ഞാലോ, നമ്മൾ എന്ത് ചെയ്തു? പ്രഷർ കുറച്ചു. പ്രഷർ കുറച്ചാൽ വോളിയം കൂടും. നേരെ തിരിച്ചും പറയാം, നമ്മൾ വോളിയം കുറച്ചാൽ പ്രഷർ കൂടും, അല്ലെങ്കിൽ വോളിയം കൂട്ടിയാൽ പ്രഷർ കുറയും. ഒന്ന് പറഞ്ഞതിൻ്റെ തല തിരിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആവും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുത്തൻ കൂടിക്കഴിഞ്ഞാൽ മറ്റാൾ കുറയും, അല്ലെങ്കിൽ ഒരുത്തൻ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ കൂടും എന്ന് പറയണതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ പ്രഷർ ഞാൻ എന്ത് ചെയ്യാണ്? കുറയ്ക്കാൻ പോവാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മൂടി വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. ഇവൻ്റെ പ്രഷർ ഞാൻ കുറയ്ക്കുകയാണ്. പ്രഷർ കുറക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവനക്ക് കുറച്ച് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക അല്ലേ. ഇവൻ ഈ ഒരു പ്രഷർ ഞാൻ ഒഴിവാക്കിയിട്ട് കുറച്ച് ഈ മൂടി എടുത്തിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് മേലേക്ക് വെക്കുകയാണ്. ഈ ഒരു ബീക്കറിന് ആ മൂടി ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് കുറച്ച് മേലേക്ക്, ഇവൻ്റെ പ്രഷർ കുറച്ച് കുറഞ്ഞു. ഈ മോളിക്യൂൾസിന് എന്ത് ചെയ്യാം? കുറച്ച് ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കാം അല്ലേ. ഈ മോളിക്യൂൾസ് കുറച്ച് ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കാം. അപ്പോൾ ഇവൻ്റെ ടോട്ടൽ ഇതിൻ്റെ ഉള്ളിലത്തെ വോളിയം കൂടിയില്ലേ? പ്രഷർ ഞാൻ എന്ത് ചെയ്തു? ഇവൻ്റെ പ്രഷർ ഞാൻ കുറക്കുകയാണ് ചെയ്തത്. ഇതിനെ മൂടിയെടുത്ത് മേലേക്ക് വെക്കാറ് പ്രഷർ കൂട്ടാന്നല്ല, പ്രഷർ കുറച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇവൻ്റെ മേലേക്ക് വോളിയം കൂടി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഈ കൺസെപ്റ്റ് ക്ലിയർ ആവണം. കൺസെപ്റ്റ് ക്ലിയർ ആയാലേ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. അതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പറയണത്. നിങ്ങളിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചിലപ്പം കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒരു പ്രഷർ എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇരിക്കുന്ന സമയത്ത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുമ്പോൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയുമെന്നും പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ വോളിയം കൂടുമെന്നുള്ള കാര്യം പഠിക്കുക. ഞാൻ ഈ പ്രഷർ കൂട്ടണ കേസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഞാൻ ഈ വെച്ച മൂടിയെ ഒന്നും കൂടെ അടിയിൽ കമർത്തി പിടിച്ചിട്ട് പ്രഷർ കൂട്ടി ഇവൻ്റെ. അഥവാ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടായ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിലേക്ക് വരും അല്ലേ. ഈ ഒരു പ്രോസസ്സിലേക്ക് മോളിക്യൂൾസ് ഒക്കെ കൂടി വരും. അപ്പോൾ ഇവൻ്റെ മോളിക്യൂൾസ് ഇരിക്കുന്ന ഈ വോളിയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞില്ലേ. പ്രഷർ ഞാൻ നന്നായി കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു? അവൻ്റെ വോളിയം നോക്കിയേ, വോളിയം ഇതിൻ്റെ ഉള്ളിലേക്കായി മാറി കുറഞ്ഞു. അതാ വോളിയം എന്ന് പറഞ്ഞാൽ ആ ബീക്കറിലെ ടോട്ടൽ മോളിക്യൂൾസ് ഇരിക്കുന്ന സ്പേസിനെയാണ് വോളിയം എന്ന് പറയുക. ടോട്ടലി ഇതിൽ മോളിക്യൂൾ ഇരിക്കുന്ന സ്പേസ് ഇതിലേക്ക് ചുരുങ്ങി പ്രഷർ കൂട്ടിയപ്പോൾ. പ്രഷർ കൂട്ടിയ സമയത്ത് അവൻ്റെ വോളിയം കുറഞ്ഞു എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റും കൺസെപ്റ്റും ഫുള്ളായിട്ട് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് പ്രഷർ ഓഫ് ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്, അത് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് ഇല്ല, ഒരു ബീക്കറിൽ നമ്മൾ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്തിട്ട് അതിനെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ അവിടുത്തെ പ്രഷർ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്തമാറ്റിക്കലി എഴുതുക. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് ഇങ്ങനെയാണ് എഴുതുക. പി എന്ന് എഴുതുക. പി എന്നിട്ട് ഇൻവേഴ്സ്ലി, ഇത് ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി സൈനാണ്. ഇൻവേഴ്സ്ലി എന്ന് കാണിക്കാൻ 1/v ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായി. അപ്പോൾ ഇക്വേഷൻ എഴുതി സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പറഞ്ഞു. ആ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി.
ഈ ബോയിൽസ് ലോയിൽ നിങ്ങൾ ചെറിയൊരു കാര്യം കൂടെ മനസ്സിലാക്കാണ്ട് ഒരു ഇക്വേഷനും കൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവാണ്. അതുപോലെ നമ്മൾ ഈ ബോയിൽസ് ലോയിൽ പറഞ്ഞു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v ആണെന്ന്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി, പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ആണെന്ന് പറഞ്ഞു. ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? പി പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈൻ ഇടും, പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണത് ഇൻറ്റു 1/v എന്ന് എഴുതി കഴിഞ്ഞാൽ പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നായി. അഥവാ പി എന്താണ് കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും, പി കുറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടും എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബീക്കർ എടുക്കുകയാണ്. ഈ ബീക്കറിൽ നമ്മൾ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് അഥവാ ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇവരുടെ ടെമ്പറേച്ചർ എന്താണ്? ഇവർ ബോയിൽസ് ലോ പറഞ്ഞ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബീക്കറിൽ ഇതിനൊരു പ്രഷർ ഉണ്ടാവും, P1 V1 അഥവാ പ്രഷർ P1 എന്നായിരിക്കും. അതിൻ്റെ വോളിയം V1. ഒന്നാമത്തെ ബീക്കറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രഷർ P1 എന്നായിരിക്കും, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V1 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് ഈക്വൽ ടു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ടു ആവണം, അല്ലേ? അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റിയിട്ട് ഈക്വൽ ടു ഇടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കണം? അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. എപ്പോഴും ഡെറിവേഷൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. സിമ്പിളായിട്ട് പറയുകയാണ്, ഈ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് പറഞ്ഞതിനെ നമ്മൾക്ക് ഈക്വൽ ടു ഇട്ടിട്ട് ഇക്വേഷൻ ആക്കി എഴുതണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു ഇട്ട് എഴുതുന്നതിന് പറഞ്ഞ പേരാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ആക്കണമെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റി ഈക്വൽ ടു ആക്കണം. അങ്ങനെ ഈക്വൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനായിട്ട് മാറ്റുന്ന സമയത്ത് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നിട്ടേ ഈ ഇക്വേഷൻ ആക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്തുണ്ട്? 1/v ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയത് കൊണ്ടാണ് ഇവിടെ കോൺസ്റ്റൻറ്റ് ഞാനിവിടെ കൊടുത്തത്. കെ എന്നുള്ള കോൺസ്റ്റൻറ്റ്, ഏത് കോൺസ്റ്റൻറ്റ് കൊടുക്കുക? ഞാൻ ഒരു കെ എന്നുള്ള കോൺസ്റ്റൻറ്റ് കൊടുത്തു. ഇക്വേഷൻ എന്തായി? പി ഈക്വൽ ടു കെ ഇൻറ്റു 1/v എന്നായി, അല്ലേ? ഈ ഒരു സാധനം എന്താ ഈ ഇക്വേഷനായി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു വീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. കെനെ അവിടെ നിർത്തിയിട്ട് വീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇവിടെ 1/v ആണ്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ v ആയി മാറും. v/1 എന്നുള്ള രീതിയിലാവും. അപ്പോൾ v ഇവിടെ ഡിവൈഡ് ബൈ ആണ്, അടിയിൽ പോകുമ്പോൾ മേലേക്ക് പോരും. അപ്പോൾ അവിടെ എന്താവും? അത് പി ഇൻറ്റു വി ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. പി വി ഈക്വൽ ടു കെ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഞാൻ ഇനി പറയാം, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാഷ്യസ് സിസ്റ്റത്തിൽ ആദ്യം ഈ ഒന്നാമത്തെ സിസ്റ്റത്തിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P1, രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ V1. ഞാനിതിൽ ഈ പ്രഷറോ വോളിയോ ചേഞ്ച് ചെയ്യാണ്. ഇതിൽ തന്നെ ഇതിൻ്റെ പ്രഷറോ വോളിയോ ചേഞ്ച്, ഏതെങ്കിലും ഒരു സംഭവം വോളിയം ചേഞ്ച് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഞാൻ ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു സിസ്റ്റമായി മാറി. അഥവാ ഈ ബീക്കറിൽ തന്നെ ഞാൻ പ്രഷറോ വോളിയോ ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു സിസ്റ്റമായി മാറി. അപ്പോൾ വോളിയം ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ പ്രഷർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതെന്തായും? രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ കേസ് P2 V2 എന്നാവും. ഓക്കെ ആണല്ലോ? ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഈ ഒരു സിസ്റ്റം ആക്കി മാറ്റി, അഥവാ അതിൻ്റെ പ്രഷറോ വോളിയോ ചേഞ്ച് ചെയ്തു. അപ്പോൾ P2 V2 എന്നായി മാറി. അതായത് രണ്ടാമത്തെ സിസ്റ്റത്തിന് ഒരു പ്രഷർ ഉണ്ടാവും, അതിൻ്റെ ഒരു വോളിയം ഉണ്ടാവും. ഒന്നാമത്തെ സിസ്റ്റമാണ്, അതിനൊരു പ്രഷർ ഉണ്ട്, അതിൻ്റെ ഒരു വോളിയം ഉണ്ട്. ഞാനിവിടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ഈ ഒരു ഒന്നാമത്തിൻ്റെ ഇക്വേഷൻ്റെ കേസാണ് ഈ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? ഇത് P1 ആവും, ഇത് V1 ആവും. രണ്ടാമത്തെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്, ഇക്വേഷൻ പറയുന്നത്. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? P2 V2 ഈക്വൽ ടു കെ എന്ന് വരും. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. രണ്ട് ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടി. P1 V1 ഈക്വൽ ടു കെ, P2 V2 ഈക്വൽ ടു കെ. നിങ്ങൾ നോക്കി നോക്കിയാൽ രണ്ട് കോൺസ്റ്റൻറ്റും ഈ സിസ്റ്റത്തിന് ഈക്വൽ ആയിരിക്കും. ഒരേ സിസ്റ്റം ആണല്ലോ, അതിലുണ്ടാവുന്ന കോൺസ്റ്റൻസ് എന്തായാലും ഈക്വൽ ആവണ്ടേ? രണ്ട് കെ ഈക്വൽ ടു കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് കെയും ഈക്വൽ ടു കെ ആണെങ്കിൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ ആണ് എന്ന് പറയാം. ഇക്വേഷൻ 1ഉം ഈക്വൽ ടു ഇക്വേഷൻ 2 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ബോയിൽസ് ലോ ഉപയോഗിച്ചിട്ട് മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മളെ കയ്യിലൊരു സിസ്റ്റം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന് പലതരം മാറ്റങ്ങൾ ഉണ്ടാക്കി സമയത്ത് വോളിയം നമ്മൾ ചേഞ്ച് ചെയ്യാണ്. വോളിയം ചേഞ്ച് ചെയ്തതിൻ്റെ പ്രഷറും ചേഞ്ച് ആവില്ലേ? വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും, പ്രഷർ കുറയുകയാണെങ്കിൽ വോളിയം കൂടും. അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാവില്ലേ? ബോയിൽസ് ലോ വെച്ചല്ലേ നമ്മൾ പറയുന്നത്, കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോളിയം പ്രഷറൊക്കെ എന്താ ചേഞ്ച് ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ വേണം. ഇതിൻ്റെ ഡെറിവേഷൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാഠത്തിൽ. രണ്ട് സിസ്റ്റത്തിൽ നിന്നും ഞാൻ P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കി. എങ്ങനെ ഇക്വേഷൻ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതാൻ പഠിച്ചില്ലെങ്കിൽ ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതാൻ പഠിക്കാൻ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണം.
അപ്പോൾ ഞാനിവിടെ എന്താ യൂസ് ചെയ്തത്, ഈ ഒരു പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/, പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നുള്ള റിലേഷൻ ഞാൻ എഴുതി. അതിന് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് കെ എന്നാക്കി കൊടുത്തു. എന്നിട്ട് ഈ ഒരു വിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി P1 ഈക്വൽ ടു കെ ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെത്, P2 കെ രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ. രണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോയിൽസിലോ രണ്ട് ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ഒന്ന് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെ ഇടുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയാറ്. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്നാണ് പറയുക. പക്ഷേ ഇതിൻ്റെ മീനിങ് എന്താണ്, 1/v വന്നതുകൊണ്ട് പി വിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. നമ്മളിപ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് പറയാം. ഇതാണ് പി, ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണ്. പീനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, 1/v എന്ന് കൊടുക്കണം. അങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടായത്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലോഗുകളിൽ പറഞ്ഞ സമയത്ത് ക്ലിയർ ആവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അടുത്ത 3 ലോഗുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നുള്ള ഈ റിലേഷൻ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതാണ് നമുക്ക് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. പി എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, പി 1/vനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, റോങ് ആണ്. നമ്മൾ പറയേണ്ടത് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/v, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് പറയേണ്ടത്. ഞാൻ പറയുമ്പോൾ മാറുന്നതൊന്നുമല്ല, കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണ് നമ്മൾ ലോ പറയണത്. പക്ഷെ നമുക്ക് എങ്ങനെയും പറയാം പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്നും പറയാം. അങ്ങനെ പറയുമ്പോൾ അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ പല ക്ലാസ്സുകളിൽ അങ്ങനത്തെ കാര്യങ്ങൾ ടീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തെറ്റി പറയണതല്ല. ഈ റിലേഷൻ നമ്മൾ പഠിക്കണം. ബോയിൽസിലെ വെച്ചുള്ള റിലേഷനാണ്. പി ഏതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, 1/vനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പി എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, വിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള കേസാണ് ആ ഇക്വേഷൻ വെച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രങ്ങളും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പി ഈസ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഞാൻ ഇവിടെ എത്തിച്ചു. P1 V1 = P2 V2. ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുക. ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, ആദ്യം ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് പ്രഷർ വോളിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വേറൊരു സിസ്റ്റം കിട്ടും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ വോളിയം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഈ ഒരു ലോ നിങ്ങളോട് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോയിൽസ് ലോൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറയാം. നെക്സ്റ്റ് അതിന് ഐസോതേമിലേക്ക് പോവാം. ഐസോതേം എന്താണ്? ഈ ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിന് പറഞ്ഞ പേരാണ് തേം. ഐസോതേം എന്ന് പറഞ്ഞ ഈ ഗ്രാഫിന് പറഞ്ഞ പേരാണ്. ഐസോതേമിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദീസ് ആർ ഗ്രാഫ്സ് ആർ ഒബ്റ്റെയിൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ആർ കോൾഡ് ഐസോതേം. അഥവാ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഗ്രാഫിനെ പറഞ്ഞ പേരാണ് ഐസോതേം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഈ ഒരു ഗ്രാഫുകളൊക്കെ എന്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് നോക്കുന്നത്? ബോയിൽസ് ലോനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നോക്കണം അല്ലേ? ബോയിൽസ് ലോ പഠിക്കുന്നത് ഇതൊക്കെ ബോയിൽസ് ലോൻ്റെ ഗ്രാഫാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 ഗ്രാഫ് തന്നിട്ട് ഏതൊക്കെയാണ് ബോയിൽസ് ലോൻ്റെ ഗ്രാഫ് എന്ന് ചോദിക്കാറുണ്ട്. പലതരം ഗ്രാഫ് തരും. ഇതിൽ ഏതെങ്കിലും ഗ്രാഫ് തന്നിട്ട് ഏതാണ് ഇതിൽ ബോയിൽസ് ലോൻ്റെ ഗ്രാഫ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫുകൾക്ക് ഐസോതേം എന്നാണ് പറയുക. ഈ ബോയിൽസ് ലോ അറ്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ഗ്രാഫ് ആയതുകൊണ്ട് ഈ ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോതേം. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. തെർമൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഐസോ തെർമൽ എന്നൊക്കെ. ഐസോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, തെർമൽ എന്ന് പറഞ്ഞാൽ ഹീറ്റ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോതേം. അപ്പോൾ ഇവിടെ ഐസോതേമുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫുകളിൽ ബോയിൽസ് ലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞ എന്താണ്, പ്രഷർ കൂടി വരുന്ന സമയത്ത് വോളിയം കുറവായിരിക്കുന്നു അല്ലേ? ഇവിടെ ഈ പ്രഷർ ഇങ്ങനെ മേലേക്ക് കൂടി പോകുന്ന സമയത്ത് എന്താണ്, വോളിയം ഇവിടുന്ന് കുറഞ്ഞു വരിക അല്ലേ? നോക്കി, ഈ വോളിയം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കുറയാന്ന് വിചാരിച്ചോ, കുറയുകയാണെങ്കിൽ പ്രഷർ ഇവിടെ കൂട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രാഫ് അവിടുന്ന് നോക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഈ പ്രഷർ എന്ത് ചെയ്യാണ്, ഈ പ്രഷറിൻ്റെ വാല്യൂ ഈ ഗ്രാഫിൽ ഇങ്ങോട്ട് കുറയല്ലേ ചെയ്യുക, വോളിയം ഇങ്ങോട്ട് കൂടല്ലേ ചെയ്യുക. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത്രയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഒരു ഗ്രാഫിൽ വാല്യൂസ് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂസ് ഇങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. ഇവിടുന്ന് 1, 2, 3, 4. അപ്പോൾ ഗ്രാഫിലെ വാല്യൂസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നിടത്തോളം കൂടി വരിക ചെയ്യുക. ഇവിടുന്ന് ഗ്രാഫിൻ്റെ ഈ വാല്യൂവിൽ ഇങ്ങോട്ട് പോകുന്ന വാല്യൂ കൂടുകയാണ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് വന്നാൽ വാല്യൂ കുറയും, താഴേക്ക് വന്നാൽ വാല്യൂ കുറയും. ഇങ്ങനെയാണ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയണത്. അപ്പോൾ ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പാടുള്ളൂ.
അതുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ പ്രഷർ എന്ത് ചെയ്യാണ് ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സമയത്ത് വോളിയം നോക്കിയേ, വോളിയം കൂടുകയാണ് കണ്ടാ. അതാണ് പറഞ്ഞത്, പ്രഷർ കുറയുന്ന സമയത്ത് വോളിയം കൂടും. അതാണ് നമ്മളെ ബോയിൽസ് ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രാഫുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് ഏത് തമ്മിലുള്ള ഗ്രാഫാണ്? പ്രഷറും വോളിയവും തമ്മിലുള്ള ഗ്രാഫാണ്. പ്രഷറും വോളിയം ആണെങ്കിൽ ഗ്രാഫ് ഈ രീതിയിലാണ് ഉണ്ടാവുക. അല്ല, പ്രഷറും 1/v ഞാൻ പറഞ്ഞല്ലോ, പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/e എന്ന് പറയാം അല്ലേ. റിലേഷൻ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കിട്ടിയത്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v എന്ന് പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾക്ക് തിരിച്ചിട്ട് ഈ സൈഡിനെ നമ്മൾക്ക് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇങ്ങനെ ഇട്ടാൽ എന്തായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നൊക്കെ ആയി. പക്ഷേ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ യൂസ് ചെയ്യാറില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നത് ഇങ്ങനെ സൈൻ ഉപയോഗിച്ചിട്ട് ഈ 1/v എന്നാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v അങ്ങനെ പറഞ്ഞാലും p ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു v എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഗ്രാഫ് പിയും 1/v തമ്മിലുള്ള ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അതിൽ പലതരം ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. അഥവാ പി 1/v വെച്ചുള്ള ഗ്രാഫുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അതിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യൂകൾ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കണം. T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 അഥവാ T3 ആണ് ഏറ്റവും വലിയ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം ഈ ഒരു ഗ്രാഫ് വരക്കുന്ന സമയത്ത് വാല്യൂ കൊടുക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പിയും തമ്മിലുള്ള ഗ്രാഫ്. ഇവിടെ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കൊടുക്കും. പ്രഷറിന് മാത്രം വാല്യൂ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഒരൊറ്റ വാല്യൂ കോൺസ്റ്റൻറ്റ് ഏക്കാരം ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. PV എന്ന് പറഞ്ഞ വാല്യൂ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഗ്രാഫ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കുറച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ബോയിൽസ് ലോ ഉപയോഗിച്ചുള്ള ഗ്രാഫുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അഥവാ അത് പിയും വിയും വെച്ചിട്ടാണ് ഗ്രാഫ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും. പിയും 1/v വെച്ചുള്ള ഗ്രാഫാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അഥവാ PVയും പിയും വെച്ചുള്ള ഗ്രാഫാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക, പഠിക്കുക. ബോയിൽസിൽ ചോദിക്കുന്ന സമയത്ത് 2 ഗ്രാഫെങ്കിലും നമുക്ക് ഒന്ന് സ്വന്തമായിട്ട് വരക്കാൻ പറ്റണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ബോയിൽസ് ലോ നിങ്ങൾ പഠിക്കേണ്ട. ഈ ഇക്വേഷൻ ഇതേ രീതിയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഹയർ ലെവൽ പ്രോബ്ലങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇതുമായിട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഈ ബോയിൽസിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു വന്നതായതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിന് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. മെയിൻ ബോർഡ് എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക. ഞാൻ ഇവിടെ 2 ഇക്വേഷൻസിൻ്റെ ഒരു ഡെറിവേഷനും പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ പിന്നെ ഒരു ഗ്രാഫും പറഞ്ഞാൽ നമ്മളെ ഫുൾ ബോയിൽസ് ലോൻ്റെ എല്ലാ ഏരിയകളും കൃത്യമായി കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. നമ്മളെ ഗ്യാസ് ലോയിൽ 2ാമത്തെ ലോ പഠിക്കാൻ പോവാം. ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ഏത് തമ്മിലുള്ള റിലേഷനാണ്? ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ നമ്മൾ പ്രഷറും വോളിയം എന്നല്ലേ, പ്രഷർ കൂടിയാൽ വോളിയം കുറയും എന്നുള്ളതല്ല നമ്മളിവിടെ പറഞ്ഞത്. അത് പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനായിരുന്നു ബോയിൽസ് ലോ. നെക്സ്റ്റ് എന്താണ്? ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞതുകൊണ്ട് നെക്സ്റ്റ് പറഞ്ഞ കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. നമ്മൾ ഗ്യാസ് ലോസിൽ 2ാമത്തെ ലോ ആണ് ചാൾസ് ലോ. It is state that at constant pressure, volume of a fixed mass of gas is directly proportional to temperature. നമ്മൾ ആ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കണം. കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഈ സൈൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ഈ സൈനിന് പറയുക. ഈ ഒരു സിമ്പിളിന് പറയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ്. അപ്പോൾ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയുന്നതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ചാൾസ് ലോ. ഇതുകൊണ്ട് മീൻ ചെയ്യണം എന്താണ്? വോളിയം ടെമ്പറേച്ചറോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ കൂടും. അല്ല, വോളിയം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നേരത്തെ നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റാൾ കുറയും, ഒന്ന് കുറഞ്ഞാൽ മറ്റാൾ കൂടും. ഇവിടെ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. വോളിയം ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ വോളിയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചറും കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വോളിയം കുറയുകയാണെന്ന് വിചാരിക്കുക, വോളിയം കുറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്. അപ്പോൾ ഇത് ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൾസ് ലോ ഈസ് സ്റ്റേറ്റ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ് എന്നുള്ളതാണ് നമുക്ക് ചാൾസ് ലോയിൽ പഠിക്കേണ്ടത്. ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു റിലേഷൻ വെച്ച് നേരത്തെ പോലെ തന്നെ എന്തുണ്ടാക്കണം? ഒരു റിലേഷൻ അഥവാ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്മളൊരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ എന്തുണ്ട്? ഗ്യാസസ് ഉണ്ട്. ഈ ഗ്യാസസിൽ ഇത് 1ാമത്തെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ V1,
ഇവരെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1. ഇവിടെ ഞാൻ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കണം. ഈക്വൽ ടു ആക്കുമ്പോൾ ഞാനൊരു കെ കൊടുക്കണം ഇൻറ്റു ടി എന്നാവും അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കെ കൊടുക്കണ്ടേ? നേരത്തെ പോലെ തന്നെ കെ കൊടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. കേനെ അവിടെ നിർത്തി ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ ടി എന്ന് പറയും ഇൻറ്റു ആണ്, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ V/T ഈക്വൽ ടു കെ എന്നാവും. ഇത് ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ ആയതുകൊണ്ട് V1 T1 എന്നായി അല്ലേ? ഇത് ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ ആയതുകൊണ്ട് V1 T1. ഞാൻ ഈ സിസ്റ്റത്തിന് പല അഥവാ ടെമ്പറേച്ചറോ വോളിയൊക്കെ മാറ്റുകയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സിസ്റ്റമായി മാറും. അങ്ങനെ അത് മാറ്റുന്ന സമയത്ത് ഈ വോളിയം എന്ന് പറയുന്നത് എന്താവും? V2 ടെമ്പറേച്ചർ T2 ആയി മാറും. അപ്പോൾ ഞാൻ ഈ കേസ് ഈ ഒരു ഇക്വേഷൻ രണ്ടാമത്തെ സിസ്റ്റത്തിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താവും? അത് V2 / T2 ഈക്വൽ ടു കെ എന്ന് കിട്ടും അല്ലേ? രണ്ട് സിസ്റ്റത്തിനും കെ ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവർ തമ്മിൽ ഈക്വൽ ആണ് എന്ന് എഴുതാം. കഴിഞ്ഞ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ സ്പീഡിൽ പറയാൻ കാരണം അവിടെ ഡീറ്റെയിൽ ആയി പറഞ്ഞതുകൊണ്ടാണ്. V1/T1 ഈക്വൽ ടു V2/T2 ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ഈ റിലേഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു സിസ്റ്റത്തിനെ മറ്റൊരു സിസ്റ്റം ആക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യത്യാസം ഉണ്ടാവുക എന്ന് പ്രോബ്ലം ചോദിക്കും. കൃത്യമായിട്ട് എക്സാമിന് പ്രോബ്ലം ഉണ്ടാവും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. അഥവാ ഈ ഒരു റിലേഷൻ അറിയെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഇക്വേഷൻ എഴുതാനും പറ്റും. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ നമുക്ക് പഠിക്കണം. V1/T1 ഈക്വൽ ടു V2/T2. നമ്മൾ ആദ്യത്തെ റിലേഷൻ എന്താണ് പഠിച്ചത്? ഫസ്റ്റ് ചാൾസ് ലോ എന്താ പറയുന്നത്? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ആണെങ്കിൽ T ഇങ്ങോട്ട് കൊടുത്താൽ V1/T1 ഈക്വൽ ടു V2/T2 എന്നുള്ള റിലേഷൻ കിട്ടും. ഈ രണ്ട് റിലേഷൻസ് ഓർത്ത് വെക്കുക. വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എപ്പോൾ? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ചാൾസ് ലോ. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് ചാൾസ് ലോ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. V1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ വോളിയം, T1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ വോളിയം, V2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ വോളിയം. T1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ വോളിയമാണ്. വോളിയം V2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ വോളിയം, T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞാനത് എന്ത് ചെയ്യും, പ്രോബ്ലം കൃത്യമായിട്ട് ഈ ലോകൾ കൃത്യമായി പറഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയ കൃത്യമായി നോക്കുന്നതായിരിക്കും. നമ്മൾ ബോയിൽസ് ലോയിൽ ഗ്രാഫ് നോക്കിയ പോലെ ചാൾസ് ലോയിൽ നമുക്ക് ഗ്രാഫ് നോക്കേണ്ടതുണ്ട്. ഇവിടെ ചാൾസ് ലോയിലുള്ള ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോബാർ എന്ന്. ബോയിൽസ് ലോയിലുള്ള ഗ്രാഫിന് എന്തെന്ന് പറയുക? ഐസോതേമാണ്. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയ ഗ്രാഫ് ആയതുകൊണ്ട് ഐസോതേം എന്ന് പറയും. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോബാർ. ഞാൻ ഐസോബാറിക് പ്രോസസ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. ഐസോബാറിക് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ് എന്നൊക്കെ വേർഡ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ്, ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഐസോ ബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. ഇവിടെ എന്താണ് ഇത്? ഐസോ ബാർ ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോ ബാർ എന്ന്. അഥവാ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണ അല്ലെങ്കിൽ വരക്കണ ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോ ബാർ. ഇവർ ഏത് തമ്മിലുള്ള ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്? വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള ഗ്രാഫ് അല്ലേ? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ T ആണല്ലോ. അപ്പോൾ വോളിയം ടെമ്പറേച്ചർ നമ്മളെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പ്രഷറുകൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രഷറുകൾ നിങ്ങൾ ഇതേ രീതിയിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് ഏത് പ്രഷറാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുകയും വേണം. P4 അഥവാ പ്രഷർ നാലാമത്തെ പ്രഷറാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ P1 ലെസ് ദാൻ P2 ലെസ് ദാൻ P3 ഇവിടെ കൊടുത്ത പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കുകയും വേണം. അപ്പോൾ ഗ്രാഫ് ഓർത്ത് വെക്കുന്ന സമയത്ത് രണ്ട് ആക്സിസിൽ ഇവിടെ വോളിയമാണ് ടെമ്പറേച്ചർ എന്ന് ഓർത്ത് വെക്കുക. ഇതേ രീതിയിൽ 4 ലൈൻ വരയ്ക്കുകയും P4 P3 P2 P1 എന്ന രീതിയിൽ പേര് എഴുതാൻ പഠിച്ചാൽ ഈ ഗ്രാഫ് കൃത്യമായി പഠിക്കൽ കഴിഞ്ഞു. ഈ ചാൾസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, ഗ്രാഫ് പഠിച്ചു. ഗ്രാഫിന് പറഞ്ഞ പേരാണ് ഐസോബാർ. അപ്പോൾ പറഞ്ഞാൽ ആ ലോ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയി. ഞാൻ ബോയിൽസ് ലോ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. കുറച്ച് സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ചാൾസ് ലോക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയത് കൊണ്ടാണ് ചാൾസ് ലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് മൂന്നാമത്തെ ഗ്യാസ് ലോ ആയ അവഗാഡ്രോ ലോ നോക്കാം. അവഗാഡ്രോ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം അതിൻ്റെ എമൗണ്ട് ഓഫ് റിലേഷൻഷിപ്പ്, വോളിയം അഥവാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പറഞ്ഞ പേരാണ് അവഗാഡ്രോ ലോ. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ഏതിൻ്റെയൊക്കെ ഓരോന്ന് നോക്കണം. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ഇവിടെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ, അവിടെ പ്രഷർ കോൺസ്റ്റൻ്റാണ്. ഇവിടെ വോളിയം നമ്പർ ഓഫ് മോൾസ്, അവിടെ ആണെങ്കിൽ എന്താ കോൺസ്റ്റൻ്റ് എന്നുള്ള കാര്യം കൂടെ പഠിക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവഗാഡ്രോസ് ലോ വോളിയവും എമൗണ്ട് ഓഫ് റിലേഷൻഷിപ്പും, വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുമാണ്. കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. It is stated that at constant temperature and pressure,
ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്, പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്, രണ്ടാളും കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. വോളിയം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അഥവാ ഒരു ഗ്യാസസ് നമ്മളൊരു ബീക്കറിൽ എടുത്താൽ അതിൽ അഥവാ ഒരു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ഉണ്ടാവും അല്ലേ. നമ്പർ ഓഫ് മോൾസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കൃത്യമായി പഠിച്ചതാണ്. നമ്പർ ഓഫ് മോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചറും അവിടുത്തെ പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന സമയത്ത് അവിടെയുള്ള ബീക്കറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്പർ ഓഫ് മോളിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് അവഗാഡ്രോ ലോ. നേരത്തെ ബോയിൽസ് ലോയിലാണെങ്കിൽ ടെമ്പറേച്ചർ മാത്രമായിരുന്നു കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നത്. ചാൾസ് ലോ ആണെങ്കിൽ പ്രഷർ മാത്രമാണ് കോൺസ്റ്റൻ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? ടെമ്പറേച്ചറും പ്രഷറും രണ്ടാളും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാസിൻ്റെ വോളിയം അതിൻ്റെ നമ്പർ ഓഫ് മോളിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഇവിടെ വോളിയം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? നമ്പർ ഓഫ് മോൾസ് കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ, അതുകൊണ്ടാണ്. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറയും എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊണ്ട് മീൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിങ്ങൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റും കാണും. ടെക്സ്റ്റ് ബുക്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് കൃത്യമായി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ മേലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ അതേപോലെയാണ് ഞാൻ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഈക്വൽ വോളിയം ഓഫ് എ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ അതന്നെ പറഞ്ഞത് എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും അഥവാ സെയിം കണ്ടീഷൻ കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈക്വൽ വോളിയം എന്ന് പറഞ്ഞത് ആരോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? ഈക്വലി ആയിരിക്കും. ഈക്വൽ നമ്പർ ഓഫ് മോൾസിന് ഈക്വൽ നമ്പർ ഓഫ് വോളിയം ആയിരിക്കും. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിക്കുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം അതേ രീതിയിൽ പഠിക്കുക. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഏത് എഴുതിയാലും എക്സാമിന് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയുകയും ഈ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വേറെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാനില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ 3 ലോകൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോസ് ലോ. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ സമയത്ത് അവിടെ ടെമ്പറേച്ചർ ഇല്ലല്ലോ, അതുകൊണ്ട് ടെമ്പറേച്ചറുടെ കോൺസ്റ്റൻ്റാണ്. ഇവിടെ ചാൾസ് ലോയിൽ പറഞ്ഞ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അവിടെ പ്രഷർ കോൺസ്റ്റൻ്റാണ്. ഇവിടെ നോക്കുക, വോളിയം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും എമൗണ്ട് ഓഫ് മോളുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ടെമ്പറേച്ചറും പ്രഷറും അവിടെ കോൺസ്റ്റൻ്റാണ് എന്ന രീതിയിൽ ഓർത്ത് വെക്കുക. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇവിടെ തമ്മിൽ എന്താണ്? ഇവർ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. രണ്ടാമത് ഇൻവേഴ്സ്ലി ആണോ ഡയറക്ട്ലി ആണോ? രണ്ടാമത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മൂന്നാമത്തേലും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഇക്വേഷനും അതിൻ്റെ പ്രോബ്ലം നമുക്ക് വേണം. പ്രോബ്ലം നെക്സ്റ്റ് ടോപ്പിക്കിൽ നെക്സ്റ്റ് സെക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. നമുക്ക് ലാസ്റ്റ് ഈ ഒരു 3 ലോകളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് പോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അഥവാ ഈ ഒരു 3 ലോ കൂടി ഒബേ ചെയ്തിട്ടുള്ള ഒരു ഗ്യാസ് അത് റിയലി ഇല്ല, പക്ഷെ ഐഡിയലി ഒരു എന്താ പറയുക, ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം, ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐഡിയലി ഒരു ഗ്യാസിനെ കുറിച്ച് പറയണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നുള്ള കേസ് പഠിക്കാൻ പോവാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയലി ഒരു ഗ്യാസിൻ്റെ ഇക്വേഷനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് ദി കോമ്പിനേഷൻ ഓഫ് 3 ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. അഥവാ നമ്മൾ ഈ പറഞ്ഞ 3 ലോകളുടെ കോമ്പിനേഷൻ ഗിവ് എ സിംഗിൾ ഇക്വേഷൻ വിച്ച് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പൈൻ ഗ്യാസ് ഇക്വേഷൻ എന്ന് വരെ ഈ ഇക്വേഷൻ പറയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോമ്പിനേഷൻ ഓഫ് 3 ഗ്യാസ് ലോസ്, അഥവാ 3 ഗ്യാസ് ലോകളെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു സിംഗിൾ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കണതിന് പറഞ്ഞ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഞാനിവിടെ ആ ലോകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അഥവാ കൃത്യമായി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്താണ്? വോളിയം പ്രഷറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സ്കോൾഡ് ബോയിൽസ് ലോ കൊടുത്തിട്ടുണ്ട്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചറാണ്. ചാൾസ് ലോ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. ഈസ് കോൾഡ് അവഗാഡ്രോസ് ലോ. ഈ 3 കൂടെ ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്, അല്ല കമ്പൈൻ ചെയ്ത് എഴുതാൻ പോവാണ്. അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐഡിയൽ ഇക്വേഷൻ കിട്ടും. ഇതിന് പറഞ്ഞ പേരാണ് PV = nRT എന്ന് പറയുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന കാര്യം ഞാൻ ഇവിടെ കാണിച്ചു തരാനും ആഗ്രഹിക്കുന്നുണ്ട്.
കൃത്യമായിട്ട് ആ ഡെറിവേഷൻ ആവശ്യമാണ്. ഞാൻ ഇനി ചെയ്യാൻ പോണ ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ ഈ ഇക്വേഷൻ കിട്ടുന്ന ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകം ഫോക്കസ് ചെയ്തിൽ കൊടുത്തിട്ടുണ്ട് ഡെറിവേഷൻ ആൻഡ് എക്സാമ്പിൾ പ്രോബ്ലം എന്നുള്ളത്. എക്സാമ്പിൾ പ്രോബ്ലം അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യും. ഡെറിവേഷൻ കൃത്യമായിട്ട് ഞാനിവിടെ പറയും. ഈ മൂന്നാളെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഡെറിവേഷൻ PV = nRT എന്നതിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. ഞാൻ 3 ലോയുടെ ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ബോയിൽസ് ലോൻ്റെ ഫസ്റ്റ്, പിന്നെ ചാൾസ് ലോ, അവഗാഡ്രോസ് ലോൻ്റെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ റിലേഷൻഷിപ്പ് നോക്കിയേ. വോളിയം ഇതിനോട് ഇൻവേഴ്സ്ലി ആണ്. വോളിയം ടെമ്പറേച്ചറോട് റിലേഷൻ, വോളിയം നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷൻ, അഥവാ വോളിയം ഇവനോട് ഈക്വൽ ആണ്, വോളിയം ഇവനോട് ഈക്വൽ ആണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഒറ്റൊരു വോളിയം എഴുതുകയാണ്. എന്നിട്ട് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒറ്റൊരു പ്രൊപ്പോർഷണാലിറ്റി സൈനും കൊടുക്കുകയാണ്. ഈ മൂന്നും കൂടെ ഞാൻ ഒരു ഇക്വേഷനിൽ എഴുതാൻ പോവാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. അതിൽ വോളിയം ഇവനോട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ്. വോളിയം ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വോളിയം നമ്പർ ഓഫ് മോൾസിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഞാനിവിടെ കഴിഞ്ഞ ഒരു ബോൾസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്താ ഇവിടെ റിലേഷൻ ഇങ്ങനെ ആയിപ്പോയി? നമ്മൾ നോക്കുക, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ റിലേഷനിൽ നിങ്ങൾ നോക്കിയ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ? ഇനി നോക്കിയാൽ ഈ പറഞ്ഞ കാര്യം ശരിയാണോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അഥവാ ഈ റിലേഷൻ ഇപ്പം എന്ത് മാറ്റി എഴുതിയത്? അഥവാ ഇങ്ങനെ എഴുതിയാലും അങ്ങനെ എഴുതിയാലും സെയിം ആണ്. അഥവാ P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/v ഇന്ന രീതിയിലാണ് ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ P ഇവിടെയും V ഇവിടെ ഉള്ളത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. Pൻ്റെ പകരം ഞാനിവിടെ V എന്ന് എഴുതി, എന്നിട്ട് 1/p എന്ന് എഴുതിയാൽ രണ്ടും സെയിം ഇക്വേഷൻസ് തന്നെയാണ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും വിചാരിക്കണ്ട. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വോളിയം കുറയും, ഇവിടെ വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. രണ്ടും സെയിം തന്നെയല്ലേ, രണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ തന്നെയല്ലേ. രണ്ട് കേസ് പറഞ്ഞാലും ക്ലിയർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, വീൻ്റെ ഒരു ടേമിൽ കിട്ടാൻ വേണ്ടി ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തത്, അങ്ങോട്ട് കൂടി മാറ്റി എഴുതിയത്. അതിലൊരു കൺഫ്യൂഷൻ വിചാരിക്കേണ്ട, സെയിം തന്നെയാണ്. ഞാനിവിടെ എന്ത് ചെയ്തി, V ഡയറക്റ്റ്ലി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ എഴുതി. പിന്നെ ഈ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരെ ഒന്നിച്ച് ഞാൻ ഒരു ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇവിടെ 1/p ഉണ്ട്, പിന്നെ ആരുണ്ട്, T ഉണ്ട്. അപ്പോൾ ഈ ടീനെ ഇൻറ്റു T വരും, ഇൻറ്റു N വരും, അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഈ ടീനെ ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റു 1നോട് വിളിക്കുമ്പോൾ T ഇൻറ്റു T എന്നുള്ളത് 1 ഇൻറ്റു T N ആവും. പിന്നെ ഇൻറ്റു N. അപ്പോൾ ഇൻറ്റു നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, N എന്ന് കൊടുത്താൽ മതി. N എന്ന് കിട്ടി. V ഡയറക്റ്റ്ലി. അപ്പോൾ ഇതെല്ലാതും കൂടെ കൂട്ടിയത് ഇക്വേഷനാണ്. അഥവാ V ഇവനോട് എന്താണ് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ 1/p എന്നുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവനോടുണ്ട്, അപ്പോൾ T കൊടുത്തു. ഇവിടെ V എന്നുള്ള N-നോടുണ്ട്, N കൊടുത്തു. അപ്പോൾ എല്ലാതും കൂടെ കൂടിയിട്ട് ഒരു ഇക്വേഷനിൽ എഴുതി. ഇനി എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ എനിക്ക് മാറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെയൊക്കെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി എന്താ ചെയ്തത്, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുക്കണ കോൺസ്റ്റൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു എന്നിട്ടു. കൊടുക്കണ കോൺസ്റ്റൻറ്റ് R എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റാണ്. R എന്നുള്ള കോൺസ്റ്റൻറ്റ്, പിന്നെ T ഇവിടെ ഉണ്ട്, N ഇവിടെ ഉണ്ട്, P ഇവിടെ ഉണ്ട്. എന്താണ് ഈ R എന്നുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കാൻ കാരണം, ഇവിടെ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ് R കൊടുക്കണം. ഈ കാറിൻ്റെ പറഞ്ഞ പേരാണ് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. എന്നാണ് ഇതിൻ്റെ പേര്, ആറിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈക്വൽ ടു അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിതൊരു ഇക്വേഷനായി മാറി. ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അഥവാ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു P എന്നുള്ളതിനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകാൻ പോവാം. ഈ ഒരു P എന്ന് പറഞ്ഞ ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. P എന്നുള്ള ടേമിനെ അങ്ങോട്ട് കൊണ്ട് ഇക്വേഷൻ രൂപത്തിൽ എഴുതാൻ വേണ്ടി Pനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായി, P എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ PV എന്നാവും അല്ലേ, PV ഈക്വൽ ടു, ഞാൻ ഇതിനെ ഒരു ആദ്യം N-നെ ഞാൻ എഴുതി, പിന്നെ രണ്ടാമത് R-നെ എഴുതി, പിന്നെ T-നെ എഴുതി. PV ഈക്വൽ ടു nRT ഇക്വേഷൻ കിട്ടി. ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയത്. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് പഠിയുള്ളൂ. ഇത് കാണാതൊക്കെ എഴുതി പഠിക്കാനിരുന്നാൽ മനസ്സിലാക്കാതെ പഠിക്കാതെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കിട്ടൂല. ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി. ഇതൊന്നും ടീച്ചേഴ്സ് അധികം പറയാറില്ല. കാര്യം എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല, ടീച്ചേഴ്സ് പറയൂല. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഈക്വൽ ഇടുമ്പോഴാണ് ഈ കോൺസ്റ്റന്റ് ഇടുന്നത്. കൂടുതലും ടീച്ചേഴ്സ് ഒന്നും പറയാറില്ല. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. PV ഈക്വൽ ടു nRT എന്നുള്ള ഇതിന് പറഞ്ഞ പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും കമ്പൈൻ ഗ്യാസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം കൂടുതലായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ തന്നെ നമ്മൾ ഇതേ ഇക്വേഷൻ കിട്ടിയെങ്കിലും ഇതിന് നമ്മൾ വേറൊരു ഇക്വേഷനും കൂടെ ആക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക.
നമ്മൾക്ക് ഡിറൈവ് ചെയ്തിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു NRT എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലോകളൊക്കെ പറഞ്ഞ പോലെ രണ്ട് സിസ്റ്റത്തിനെ ഇതേക്കുറിച്ച് പറയുകയാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ രണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണ്. ഇതൊന്നാമത്തെ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഒരു പ്രഷർ, ഒരു വോളിയം ഉണ്ടാവും, ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. P1 V1 T1 അഥവാ ഒന്നാമത്തതിൻ്റെ പ്രഷർ, ഒന്നാമത്തതിൻ്റെ വോളിയം, ഒന്നാമത്തതിൻ്റെ ടെമ്പറേച്ചർ എന്നാണ് ഈ 1 എന്ന് ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ എന്നുള്ളത് കൊണ്ടാണ് 1 എന്ന നമ്പർ കൊടുക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ഒരു സിസ്റ്റം എടുത്തു, അഥവാ ഇതിനും പല ചേഞ്ചുകൾ നടത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ സിസ്റ്റം എടുത്തു. അതിനൊരു പ്രഷർ മാറിക്കഴിഞ്ഞാൽ പ്രഷർ P2 ഉണ്ടാവും, ഒരു വോളിയം മാറിക്കഴിഞ്ഞാൽ V2 ഉണ്ടാവും, ഒരു ടെമ്പറേച്ചർ മാറിയാൽ T2 ഉണ്ടാവും അല്ലേ. ആ രീതിയിൽ നമ്മൾ സിസ്റ്റം എടുത്തു. ഇതിന് നമ്മൾക്ക് ഈ ഒരു ഈക്വേഷനിൽ നമ്മൾ ആ കാര്യം കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് n ആണെങ്കിൽ ഇതിലും നമ്പർ ഓഫ് മോൾസ് സെയിം തന്നെ ആയിരിക്കും. അഥവാ സിസ്റ്റം മാറ്റിയിട്ടൊന്നുമില്ല, സെയിം സിസ്റ്റത്തിൽ നമ്മൾ പ്രഷറോ വോളിയോ ടെമ്പറേച്ചറോ ചേഞ്ച് ചെയ്യുകയാണ്. നമ്പർ ഓഫ് മോൾ അതിൽ ഈക്വൽ തന്നെ. അപ്പോൾ ഒരു ഗ്യാസ് എടുത്താൽ പിന്നെ ആ എടുത്ത ഗ്യാസ് തന്നെ ആയിരിക്കുമല്ലോ ആ പരീക്ഷണം ചെയ്യണ വരെ, അല്ലാതെ ഗ്യാസ് അതിന് കുറഞ്ഞ ഓടി പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്, n ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇതിനുള്ള R അഥവാ ഗ്യാസ് ഇക്വേഷൻ തന്നെ ആയിരിക്കും ഇവനും. ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 2 Rഉം സെയിം തന്നെ ആയിരിക്കും. ഈ രണ്ട് സിസ്റ്റത്തിനെ വെച്ച് നമ്മൾ ഈ ഇക്വേഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിൽ ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ കേസ് ഇക്വേഷൻ മാറ്റിയത് എന്താവുക, P1 V1 ഈക്വൽ ടു NRT1 എന്നായി മാറും അല്ലേ. ഈ T1 ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് കൊണ്ടുപോവാണ്, അഥവാ ലെഫ്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഇൻറ്റു ആണ്, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ ആവും. P1 V1 ബൈ T1 ആവും ഈക്വൽ ടു NR എന്നായി ഒന്നാമത്തെ സിസ്റ്റത്തിൻ്റെ കേസ്. ഞാനിതിന് രണ്ടാമത്തെ സിസ്റ്റത്തിനൊപ്പം എഴുതുകയാണെങ്കിൽ ഇക്വേഷൻ എന്താവുക, P2 ഇതേപോലെ രണ്ടാമത്തെ ഇക്വേഷൻ മാറ്റം എന്താവുക, P2 V2 ഈക്വൽ ടു T2 ഈക്വൽ ടു NR എന്ന് വരും അല്ലേ. രണ്ടാൾക്കും NR സെയിം ആണല്ലോ, ഇവൻ്റെ N സെയിമാ, ഇവൻ്റെ N സെയിമാ, രണ്ടാൾ Rഉം സെയിമാ. അപ്പോൾ NR ഈക്വൽ ടു NR, ഇവർ രണ്ടാളും ഈക്വൽ ആണെങ്കിൽ ഇവർ രണ്ടാളും ഈക്വൽ ആയിരിക്കൂലേ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതുന്നതാണ് ഇവൻ്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിന് എഴുതുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബോയിൽസ് ലോക്ക് P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ചാൾസ് ലോക്ക് V1 ബൈ T1 ഈക്വൽ ടു V2 ബൈ T2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ രണ്ട് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള ഇക്വേഷനാണ് P1 ബൈ T1 ഈക്വൽ ടു P2 ബൈ T2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് വെച്ച് പ്രോബ്ലം ചെയ്യും, പ്രോബ്ലം പ്രത്യേകം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ പ്രോബ്ലം പറയും, ഈ ഇക്വേഷൻ വെച്ചാണ് പറയുക. ഈ ഇക്വേഷൻ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക വേണം, പഠിക്കുക വേണം. ഈ ഇക്വേഷൻ എപ്പോഴാണ് കിട്ടുക, നമ്മളൊരു സിസ്റ്റം എടുത്തിട്ടുണ്ട്, ആ സിസ്റ്റത്തിൽ നമ്മൾ വേരിയേഷൻസ് വരുത്തിയിട്ട് വേറെ സിസ്റ്റം ആക്കി മാറ്റുക. അങ്ങനെ അപ്പോൾ അതിൽ പ്രഷറും വോളിയം ടെമ്പറേച്ചറിനും എന്ത് വേരിയേഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ, അത് ആ ഡെറിവേഷൻ കൃത്യമായി ഞാൻ കൊടുത്തതാണത്. നമ്മൾ പഠിക്കാനുള്ളത് മെയിൻ PV ഈസ് ഈക്വൽ ടു NRT എന്നുള്ള ഇക്വേഷൻ പഠിക്കണം. ഇപ്പം ഞാൻ ഈ ഡിറൈവ് ചെയ്ത ഈ റിലേഷൻ P1 ബൈ V1 T1 ഈക്വൽ ടു P2 V2 ബൈ T2, P1 V1 ബൈ T1 ഈക്വൽ ടു P2 V2 ബൈ T2 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ ഈ രണ്ട് ഇക്വേഷനിലും ഒരു R എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഈ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് യൂണിറ്റുകളിൽ ഡിഫറെൻറ്റ് യൂണിറ്റാണ് ഡിഫറെൻറ്റ് വാല്യൂസാണ് Rന് വരിക. Rൻ്റെ അഥവാ ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. R എന്ന് പറഞ്ഞ വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ Rൻ്റെ വാല്യൂസ് അഥവാ ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോൾ എന്ന യൂണിറ്റിലാണെങ്കിൽ ഈ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ ഓരോ യൂണിറ്റിലും ലിറ്റർ ബാർ പെർ കെൽവിൻ പെർ മോൾ എന്നുള്ള യൂണിറ്റിലാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യും. അപ്പോൾ ഇതേ രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കണം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഇതാണ്, 8.314 എന്നുള്ള യൂണിറ്റാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറവ കൂടുതലായും കണ്ടിട്ടുള്ളത്. നിങ്ങളിത് മാർക്ക് ചെയ്ത് വെക്കണം, ഇത് എഴുതിയെടുക്കണം. അഥവാ എൻട്രൻസ് എക്സാമിന് പല യൂണിറ്റുകൾ വെച്ചിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. സോ നിങ്ങൾ 8.314 എന്നുള്ള വാല്യൂ ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചാൽ 8.314 എന്നുള്ള വാല്യൂ ആണ് നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് എക്സാം ഇതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. 8.314 ആണ് Rൻ്റെ വാല്യൂ എന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 8.314 യൂസ് ചെയ്ത് ചെയ്യുക. ബാക്കിയുള്ള വാല്യൂസ് നിങ്ങൾക്ക് അറിയണം, എൻട്രൻസിൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് ടോപ്പിക്കുകളിലൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെ അത് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അഥവാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നും കമ്പൈൻ ചെയ്യുന്നതാണെന്നും ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് PV ഈസ് ഈക്വൽ ടു NRT എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കുന്നതും ഈ PV ഈക്വൽ ടു NRTയിൽ നിന്ന് രണ്ട് സിസ്റ്റം വഴിയുള്ള റിലേഷൻ്റെ ഇക്വേഷനും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ആയി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ക്ലിയർ ആയി അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പറയാം. ഈ പാഠത്തുനിന്ന് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഈ ഒരു 4 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകം ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ വരാനുള്ള ടോപ്പിക്കുകൾ ഈ ടോപ്പിക്കുകളാണ്. ഈ എല്ലാ ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യനും ഈ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിലെ 3 ലോകൾ കൃത്യമായിട്ട് ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക, പ്രോബ്ലം ചെയ്യാൻ പഠിക്കുക. ലാസ്റ്റ് അതിന് നമ്മൾ കമ്പയർ ചെയ്ത ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രത്യേകം അവർ മാർക്ക് ചെയ്തിട്ട് ഡെറിവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റൂ. പിന്നെ ഗ്യാസ് ഇക്വേഷൻ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വേണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് അതിൻ്റെ പ്രോബ്ലം പറയും, നെക്സ്റ്റ് പാർട്ടും അടുത്തൊരു സെക്ഷനിൽ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പ്രോബ്ലത്തേക്കോ അതിൻ്റെ ഏരിയയിലേക്ക് വരിക. ലാസ്റ്റ് പറഞ്ഞ 2 ടോപ്പിക്കുകളും ഈ 3 പ്രോബ്ലംസും കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി ചോദിച്ച പ്രോബ്ലമാണ്, ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 പ്രോബ്ലം നമ്മൾ പഠിക്കണം. ഈ പ്രോബ്ലം നമുക്ക് ഏത് ലോ വെച്ചിട്ടാണ് ചെയ്യുക എന്നുള്ളത് അറിയണം. അപ്പോൾ ഈ പ്രോബ്ലം ചോദിക്കണമെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾക്കിത് ബോയിൽസ് ലോ ഉപയോഗിച്ചിട്ടാണോ ചാൾസ് ലോ ഉപയോഗിച്ചിട്ടാണോ അവഗാഡ്രോ ലോ ഉപയോഗിച്ചിട്ടാണോ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കണം. സോ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതൊരു നെക്സ്റ്റ് സെക്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ പറയും. ലാസ്റ്റത്തെ 2 ടോപ്പിക്കുകളും ഈ 3 പ്രോബ്ലംസും നെക്സ്റ്റ് പാർട്ടിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഥവാ കുറച്ച് സമയം എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ പ്രോബ്ലം ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.